നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവ വേദിയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണ പാദസരം ഉടമയ്ക്ക് നൽകി വിദ്യാർത്ഥി മാതൃകയായി. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും KPCC സെക്രട്ടറി A പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത്. തൃശൂർ നഗരത്തിൽ അപ്രായോഗിക ഗതാഗത പരിഷ്കരണം. തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് നാഷണൽ ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, ഗവൺമെന്റ് LP, സെന്റ് ഡോൺ ബോസ്കോ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ GLP സ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനാകും. ചാലക്കുടി AEO നിഷ PB പദ്ധതി വിശദീകരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും. വ്യാഴാഴ്ച കലോത്സവം സമാപിക്കും. കലോത്സവ വേദിയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണ പാദസരം ഉടമയ്ക്ക് നൽകി വിദ്യാർത്ഥി മാതൃകയായി. മനക്കുളങ്ങര KVUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മനക്കുളങ്ങര സ്വദേശി പുതുമന ഇല്ലത്ത് ഹരികേശാണ് മാതൃകയായത്. കൊടകര കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നാണ് പാദസരം ലഭിച്ചത്. ഉടൻ കലോത്സവ കമ്മിറ്റി അധികൃതരെ വിവരമറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ മെയിൻ സ്റ്റേജിൽ വെച്ച് ചാലക്കുടി BPC മുരളീധരൻ CGയുടെ സാന്നിധ്യത്തിൽ പാദസരം ഉടമയ്ക്ക് കൈമാറി. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജീവ്, സംസ്കൃത അധ്യാപിക ഗീത എന്നിവരുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഒരു സത്യസന്ധതയ്ക്ക് ഒരു പാരിതോഷികം നമ്മുടെ KVUPS മനക്കുളങ്ങരയിലെ ഹരികേശ് എന്ന കുട്ടിക്ക് ഒരു സ്വർണ്ണ പാദസരം കിട്ടുകയും അത് അതിൻ്റെ ഉടമയ്ക്ക് ഏൽപ്പിക്കുകയും സന്തോഷ സൂചകമായി ആ പാദസരത്തിൻ്റെ ഉടമ നമ്മുടെ സത്യസന്ധനായ കുട്ടിക്ക് ഒരു പാരിതോഷികം നൽകുന്നു. എല്ലാവരും നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും KPCC സെക്രട്ടറി A പ്രസാദും സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വെച്ചായിരുന്നു സംഭവം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ആദ്യം 3 കാട്ടാനകളടങ്ങുന്ന സംഘമാണ് MLAയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത്. പിന്നീട് ഈ ആനക്കൂട്ടം കാട് കയറി. തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാനയടങ്ങുന്ന മറ്റൊരു 3 അംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ഇതിനിടെ കാട്ടാനകൾ MLAയുടെ വാഹനത്തിന് നേരെ തിരിയാനും ശ്രമമുണ്ടായി. ഈ സമയത്ത് എതിർദിശയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനംവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാട് കയറിയത്. കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് MLAയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത്. തൃശൂർ നഗരത്തിൽ അപ്രായോഗിക ഗതാഗത പരിഷ്കരണം. തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. പോലീസ് നിർദ്ദേശം നൽകിയ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. തൃശൂർ ശക്തനിൽ നിന്നും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരീച്ചിറയിലെത്തി ചിയ്യാരം വഴി കുറുക്കഞ്ചേരിയിലേക്ക് എത്തണമെന്നാണ് പോലീസ് രാവിലെ നിർദ്ദേശം നൽകിയത്. ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. ഇത്രയും ചുറ്റുന്നത് അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു.
ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണംകുളങ്ങര വഴി ചിയ്യാരത്തെത്തി കുറുക്കഞ്ചേരിയിലെത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത്. സമയത്തിനെത്താനാകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. ഉച്ചയ്ക്ക് 12-ന് പോലീസ് നടപ്പിലാക്കിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ബസ്സുകൾ ട്രിപ്പുകൾ മുടക്കി സ്റ്റാൻഡിൽ പരിസരത്ത് ബസ്സുകൾ പാർക്ക് ചെയ്ത് നിർത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ ജനങ്ങൾ വലഞ്ഞു. പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബസ് കിട്ടാതെ ജനങ്ങളും ഏറെ നേരം സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചു. പലരും മറ്റു പല മാർഗങ്ങളും തേടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്തണ്ടേ? ഇവിടെ വന്ന ഒരു 2 മണിക്കൂർ അവനെ പോണ്. ഇവിടെ വന്ന് നിന്നിട്ട് മരുന്ന് കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, വല്ല കുഴഞ്ഞു വീഴില്ലേ ഇവിടെ റോഡില്. ഇനിയിപ്പോ എപ്പോഴേക്കും തീരുമാനം. ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ. കാലപ്പഴക്കവും തുടർച്ചയായ ഉപയോഗവും മൂലം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ക്രിമിറ്റോറിയത്തിലെ മൃതസംസ്കാര ചടങ്ങുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കാൻ കഴിയും. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു, ഹെൽത്ത് ചെയർമാൻ ദീപു ദിനേശ്, UDF ലീഡർ ഷിബു വാലപ്പൻ, PW ചെയർപേഴ്സൺ ആനി പോൾ, കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര, ലിബി ഷാജി, ജോജി കാട്ടാളൻ, KP ബാലൻ, മുനിസിപ്പൽ എഞ്ചിനീയർ MK സുഭാഷ്, SNDP യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി, NSS കാര്യയോഗം ഭാരവാഹി KB മുരളി എന്നിവർ ക്രിമിറ്റോറിയത്തിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഒക്ടോബർ 3-നാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവച്ചത്. ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ അതിൻ്റെ പുകക്കുഴൽ കാലപ്പഴക്കം മൂലം തകർന്നു വീണ് അത് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ച് മുൻകാലത്തെ പോലെ തന്നെ മൃതസംസ്കാര ചടങ്ങുകൾ പുനരാരംഭിക്കാൻ കഴിയും എന്ന് കൗൺസിൽ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. തുടർന്ന് മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചാലക്കുടി നഗരസഭാ കൗൺസിൽ ഈ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. പള്ളിക്കുന്ന് സബ് സെന്ററിലെ സ്റ്റാഫ് നഴ്സായ രമ്യ പ്രതീഷ് ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ CK ശരണ്യ, CV സുലോചന, MS രമ്യ എന്നിവർ സംസാരിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി പൂവത്തുകാരൻ വീട്ടിൽ 49 വയസ്സുള്ള ഷിബുവിനാണ് പരിക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടന്ന ഷിബുവിനെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, പഞ്ചായത്ത് അംഗം ബേനസീർ മൊയ്തീൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കൊടകര വല്ലപ്പാടി ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ പരേതനായ തോമസ് ഭാര്യ റോസി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വല്ലപ്പാടി ദേവമാതാ പള്ളി സെമിത്തേരിയിൽ. വർഗീസ്, തോമസ്, ജേക്കബ്, പോളി, മോളി, നൈസി, ടിറ്റോ എന്നിവർ മക്കളും, മേരി, ലില്ലി, റോസ്മി, ബീന, ജോസഫ്, ജോസ്, രഹന എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,995 രൂപ, പവന് 55,960 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവ വേദിയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണ പാദസരം ഉടമയ്ക്ക് നൽകി വിദ്യാർത്ഥി മാതൃകയായി. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും KPCC സെക്രട്ടറി A പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത്. തൃശൂർ നഗരത്തിൽ അപ്രായോഗിക ഗതാഗത പരിഷ്കരണം. തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.